പ്രിയപ്പെട്ടവരെ, കോട്ടയത്ത് നിന്ന് മറ്റൊരു വാർത്ത വരുന്നു. കോട്ടയം ഏറ്റുമാനൂരിൽ വീണ്ടും ഗാർഹിക പീഡനമെന്ന് പരാതി. മദ്യത്തിനടിമയായ ഭർത്താവും ഭർത്തൃമാതാവും ക്രൂരമായി പീഡിപ്പിക്കുന്നുവെന്നാണ് പരാതി. 19-കാരിയായ മകളെയും ഭർത്താവ് ജോമൻ മർദ്ദിച്ചുവെന്നും വീട്ടമ്മ റിപ്പോർട്ടറിനോട് പറഞ്ഞു. വീടിനുള്ളിലെ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. വിവാഹം കഴിച്ചു വന്ന സമയം തൊട്ട്, അതായത് എൻ്റെ കല്യാണം മെയ് 15 ആയിരുന്നു. ഒരു ഒക്ടോബർ ആയപ്പോൾ ഫാദറിലേക്ക് ആക്സിഡൻറ്റ് വന്നു. അതിനെ തുടർന്ന് മദർലോയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഞാൻ അരിയിട്ട് കയറി കുടുംബം നശിപ്പിച്ചു എന്ന്. അതിനെ തുടർന്ന് മദർലോ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് ഇഷ്യൂസ് ഉണ്ടാക്കി നമ്മളെ മെൻ്റലി ടോർച്ചർ ചെയ്യുമായിരുന്നു. അന്നൊക്കെ ഞാൻ ഓർക്കുന്ന ഹസ്ബൻഡ് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അമ്മ അങ്ങനെയെന്ന് വെച്ച് ഇരിക്കും. പിന്നെ അതങ്ങോട്ട് കൂടുമായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് ക്യാരിങ്ങിൻ്റെ സമയത്തൊക്കെ എനിക്ക് ഒത്തിരി അമ്മയിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ കുടുംബം അതാണല്ലോ എന്നോർത്ത് ഞാൻ അതെല്ലാം സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. പക്ഷേ ഹസ്ബൻഡിൻ്റെ ഉപദ്രവം എന്ന് പറഞ്ഞാൽ മദർലോയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഹസ്ബൻഡ് എന്തും ചെയ്യും. നമ്മളെ മൂത്ത മോളെ നല്ലപോലെ ഉപദ്രവിക്കുന്നത് അമ്മയെ തൃപ്തിപ്പെടുത്താനാണ്. ഇളയ മോളെ തെറിയാണ് വിളിക്കുന്നത്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് ടിഫിൻ ബോക്സ് കഴുകാതെ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അമ്മ പറയും, എടാ അവൾ ടിഫിൻ ബോക്സ് കഴുകിയില്ല. ഉടനെ ചീത്ത വൾഗറായിട്ടുള്ള തെറി. കൊച്ച് കരഞ്ഞെന്നെ വിളിച്ച് പറയാറുണ്ട്, പപ്പ ഇങ്ങനെ തെറി. അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഞ്ജന, ഈ സ്ത്രീ പറയുന്ന അനുസരിച്ച് ഇവർക്ക് ഗാർഹിക പീഡനം നേരിടേണ്ടി വരുന്നു. ഭർത്താവിൽ നിന്നും ഭർത്തൃമാതാവിൽ നിന്നും. മദ്യലഹരിയിലാണോ ഈ ഭർത്താവ് ആക്രമിക്കുന്നത്? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഈ സ്ത്രീ പറയുന്നതനുസരിച്ച് ഭർത്താവ് മദ്യലഹരിയിൽ സ്ഥിരമായി ഇവരെ ഉപദ്രവിക്കാറുണ്ട്, ഭർത്തൃമാതാവും ഉപദ്രവിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസും നിലനിൽക്കുന്നുണ്ട്. ഈ കേസ് നിലനിൽക്കുമ്പോഴാണ് വീണ്ടും മർദ്ദിച്ചിരിക്കുന്നത്. ആ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. സംഭവത്തിൽ ഇപ്പോൾ ഈ സ്ത്രീ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ. തന്നെ ഇങ്ങനെ ഒരു കേസ് നിൽക്കുമ്പോൾ വീണ്ടും വന്ന് ഉപദ്രവിച്ചു എന്നതാണ് പരാതി. ഇതുകൂടാതെ ഭർത്തൃമാതാവിന്റെ ഭാഗത്തു നിന്നും നിരന്തരമായുള്ള ഉപദ്രവവും ശല്യവും ഉണ്ടെന്നാണ് ഈ വീട്ടമ്മ നമ്മളോട് പ്രതികരിച്ചത്. രാത്രിയാകുമ്പോൾ ഈ ചൂടുകാലത്ത് വൈദ്യുതി തടസ്സപ്പെടുത്തുകയും അസഭ്യം പറയുകയും അങ്ങനെ സ്ഥിരമായി തന്നെയും മക്കളെയും ഉപദ്രവിക്കുന്നു എന്നതാണ് പരാതി. ഈ സ്ത്രീക്ക് 2 മക്കളാണുള്ളത്. അതിൽ മൂത്ത മകളെ നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നും പറയുന്നുണ്ട്. ഇളയ മകളെ അസഭ്യം പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇവർ 2 പേരും ചേർന്ന് തന്നെ ഉപദ്രവിക്കുന്നു എന്നാണ് ഈ 47-കാരിയായ വീട്ടമ്മ പറയുന്നത്. തന്റെ ജീവിതത്തിന്റെ ഒരു വലിയ കാലം തന്നെ ഈ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്ത് അതിനുശേഷം നാട്ടിലേക്ക് മടങ്ങി വന്ന സ്ത്രീയാണ്. ഏറെ നാൾ വിദേശത്തായിരുന്നു. ഈ നാട്ടിലേക്ക് മടങ്ങി വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവർ കൂടുതലായി നേരിട്ട് തുടങ്ങിയത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയത്. പരാതിയിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ ആദ്യത്തെ പരാതിയിൽ കോടതിയിൽ നിന്നും ഇവർക്ക് പ്രൊട്ടക്ഷൻ ലഭിച്ചതാണ്. ഈ പ്രൊട്ടക്ഷൻ നിലനിൽക്കുമ്പോൾ ഭർത്താവ് ഈ വീട്ടിൽ പ്രവേശിക്കരുത് എന്ന കർശന നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഈ നിർദ്ദേശം അടക്കം ലംഘിച്ചുകൊണ്ടാണ് വീണ്ടും കഴിഞ്ഞ മാസം 15-ാം തീയതി ഈ വീട്ടിലെത്തി ഇങ്ങനെ മർദ്ദിക്കുകയും ഇതുകൂടാതെ ഫോൺ വലിച്ചെറിയുകയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തത്. നമുക്കറിയാം, ഏകദേശം 1.5 മാസങ്ങൾക്ക് മുൻപാണ് സമാനമായ ഒരു സംഭവത്തിൽ ഏറ്റുമാനൂർ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്തത്. അതുപോലെ തന്നെ 2 പെൺമക്കളുള്ള ഒരു സ്ത്രീയാണ്. നിരന്തരമായി ഇങ്ങനെയുള്ള ഉപദ്രവത്താൽ അവർ ശാരീരികമായും മാനസികമായും ആകെ തളർന്നൊരു അവസ്ഥയിൽ തന്നെയാണ്. അതിനാൽ തന്നെ തനിക്ക് സുരക്ഷ വേണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലും സമീപിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. അരുൺ, ഓക്കെ, താങ്ക് യു. അഞ്ജന അനിൽകുമാറാണ് വിവരങ്ങൾ നൽകിയത്.